ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോയിട്ട് തിരിച്ച് വരാൻ പറഞ്ഞതിലും ഒരു 1 അവർ വൈകിയതിന് മുഖം വീർപ്പിച്ചിരിക്കുകയാണ് കക്ഷി. അപ്പോൾ സോപ്പിടാൻ എന്തെങ്കിലും വഴി വേണ്ടേന്ന് വിചാരിച്ച് കൈയും പിടിച്ച് വലിച്ചങ്ങോട്ട് ഞാൻ കൊണ്ടുപോവാണ്. എത്ര സോപ്പിട്ടാലും അങ്ങനെ പതയുന്ന ടൈപ്പല്ല അമ്മ. പക്ഷേ ഈ ഒരു പതച്ചിലിൽ വീഴുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവർക്കും അറിയാം മസാല ദോശയാണ് അമ്മയുടെ ഫേവറേറ്റ് എന്ന്. പക്ഷെ അമ്മയ്ക്ക് അതുക്കും മേലെ ഒരു ഫേവറേറ്റ് ഐറ്റം ഉണ്ട്, അതാണ് കഞ്ഞി. ഓഫീസിന്റെ ഇടയ്ക്ക് കഞ്ഞി കുടിക്കാൻ ഫ്രണ്ട്സായിട്ട് പോയ ഒരു പരിചയം വെച്ചിട്ടാണ് ഞാൻ നേരെ നെല്ലിക്കയ്ക്ക് വിട്ടത്. ഐ ആം നോട്ട് എ ഫാൻ ഓഫ് കഞ്ഞി. ഞാൻ കപ്പയും മീൻകറിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ കപ്പ തീർന്നു പോയി. എന്നാ പിന്നെ കഞ്ഞിനെ കൂടെ കുടിച്ചേക്കാന്ന് വെച്ചു. കഞ്ഞി അങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൂടെ ഒരു അയല ഫ്രൈയും കൂടി പറഞ്ഞത്. പക്ഷെ ഐ മസ്റ്റ് സേ ദിസ് ഇസ് ദ ബെസ്റ്റ് കഞ്ഞി ദാറ്റ് ഐ എവർ ഹാഡ്. അത് നെല്ലിക്ക സ്പെഷ്യൽ കഞ്ഞിയാണ് ഇതിന്റെ പേര്. അതിൽ തൈരൊക്കെ ഒഴിച്ചിട്ട് പൊളി ടേസ്റ്റ് ആയിരുന്നു. സോപ്പിൽ കുറച്ചങ്ങോട്ട് പതയാൻ തുടങ്ങിയെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അമ്മേനെ കുറച്ചും കൂടി സോപ്പിടാനുള്ള പദ്ധതിയുമായിട്ട് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മമ്മൂട്ടിയുടെ പടം കാണിക്കാൻ കൊണ്ടുപോയത്. അമ്മ ഒരു വൻ മമ്മൂട്ടി ഫാനാണ്. ഇതൊരു നല്ല വെറൈറ്റി പടമായിരുന്നു. മമ്മൂട്ടിയും ഗോകുൽ സുരേഷും ഒക്കെ അഭിനയിച്ച ഗൗതം വാസുദേവ് മേനോന്റെ മൂവിയായിരുന്നു. അങ്ങനെ ഫൈനലി അമ്മ ചിരിക്കാൻ തുടങ്ങി. അല്ലെങ്കിലും വീക്ക്നെസ്സിൽ കയറി പിടിച്ച ഏത് പെണ്ണാ വളയാത്തത്? എന്നോടോ ബാല?